തെക്കേപ്പത്തെ പ്ലാവും മണ്ടോപ്പെ വരിക്ക ചക്കിണ്ട് ആ ചക്കയുടെ കാര്യം അതോർക്കുമ്പോൾ തേങ്ങിടുന്നോപ്പേ തെക്കേപ്പത്തെ പ്ലാവും മണ്ടോപ്പെ വരിക്ക ചക്കിണ്ട്. അതെ നല്ല അച്ഛൻ മരിച്ചു, എൻ്റെ അച്ഛൻ മരിച്ചു കഴിഞ്ഞിട്ട് നീ ഇവിടെ കാശി തിരിവെടുക്കണ്ടായിരുന്നല്ലോ, എന്തിനായിരുന്നത്? അതിന്റെ കണക്കെവിടെയാ മാമ? ആകെ 3000 രൂപ കിട്ടി. അതില് 500 രൂപ കയറ് മേടിച്ചു. കയറാ? ഇന്നലെ കയറ് പന്തലൊക്കെ വെച്ചേട്ടാ. പിന്നെ ബാക്കിയുള്ളതാ? ബാക്കിയുള്ളത് എണ്ണ, ചന്ദനത്തിരി, സുഗന്ധവ്യഞ്ജനങ്ങളൊക്കെ കൂടി ഒരു 1000 രൂപ. മാമ ഇരിക്ക്. പിന്നെ അടുത്തത്? പിന്നെ ആംബുലൻസുകാരൻ വന്നപ്പോ 500 രൂപ. ആംബുലൻസാ? ആംബുലൻസ് വീട്ടിൽ കിടന്നല്ല അച്ഛൻ മരിച്ചത്. ആംബുലൻസ് ബോഡി കൊണ്ടുപോകണമെന്ന് പറയാൻ വേണ്ടി അറിയാൻ വേണ്ടിട്ട് വന്നത്. അതിന് 500 രൂപ. അത് നന്നായി. നിന്റെ കൂട്ടുകാരനവൻ? കമ്മീഷനൊന്നുമില്ല. നന്നായി. ഈ എന്റെ പെങ്ങളുടെ മോൻ തന്നെ. സംശയമുണ്ടോ? സംശയമൊന്നുമല്ല, എനിക്ക് നിന്നെ നല്ല വിശ്വാസാ. അത് പോട്ടെ. ഈ ആംബുലൻസുകാരന് 500 രൂപ കൊടുത്തു, അത് ശരി. ഈ ബാക്കിയുള്ള കണക്ക് പറ. ശാന്തിക്കാരന് 1000 രൂപ. ഞാൻ 750 രൂപ കൊടുക്കാൻ നോക്കി, പക്ഷെ അയാൾ സമ്മതിച്ചില്ലേ. അടുത്ത തവണ അയാൾ വിളിക്കേണ്ട മാമ. ഇപ്പഴാ നീ ശരിക്കും എന്റെ പെങ്ങളുടെ മോനായി കേട്ടാ. ഇപ്പഴാ നീ നന്നായിേ. ഇനി അടുത്ത് പറ. പിന്നെ ഒരു 500 രൂപ ബാക്കിയുണ്ട്. അത് അച്ഛൻ മരിച്ചതിന്റെ ഒരു സന്തോഷത്തിന് നമുക്ക് ചെറുത് വാങ്ങിച്ച് അടിക്കാനായിട്ട്. അത് നല്ലതാ, അത് നല്ലതാ. മാമനും കൂടിയാണ്. നല്ലതാ നല്ലതാ. എന്റെ കൂട്ടുകാരെ വിളിക്കില്ലട്ടോ. ഇല്ല ഇല്ല. അതിനിപ്പോ ഞാൻ 500 രൂപ പോരായ വന്നെ ബാക്കിയുള്ള ഞാനവിടെ തരേണ്ടി വരുമോ? ഞാൻ അഡ്ജസ്റ്റ് ചെയ്തു. ശരി, ഞാൻ അതൊക്കെ പോട്ടെ. നീ ഇവിടെ ഇരുന്നേ. അത് ഇരിക്കേ. വേണ്ട മാമ, ഇരിക്കേ. നിന്നോട് കാര്യമായിട്ടൊരു കാര്യം ചോദിക്കാണ്ട്. ഇരിക്കേ. വേണ്ട, ഇരിക്കേ. ഞാൻ എങ്ങനെ മാമന്റെ മുന്നിൽ ഇരിക്കുക? മാമന്റെ മുന്നിൽ ഇരിക്കാണ്ടിരിക്കണ്ട. അതെ, എന്റെ മൂത്തോളുടെ കല്യാണത്തിന് കാശി പിരിക്കാനായിട്ട് മേശ കസേരയിട്ട് ഇരുന്നത് നീയാ. ആ കാശ് നീ എന്ത് ചെയ്തു? അതിന്റെ പിറ്റേ ദിവസമല്ലേ ഞാൻ ബോംബെക്ക് പോയത്, ടൂറ്. അപ്പൊ അത് കഴിഞ്ഞു. ഇനി അത് പോട്ടെ. ഇളയവളുടെ കല്യാണത്തിന് ഇതേപോലെ തന്നെ മേശയും കസേരയിട്ട് നീ തന്നെയായിരുന്നു. ആ കാശ് എന്ത് ചെയ്തു? അതിന്റെ കണക്ക് ഇതുവരെ തന്നിട്ടില്ല. എന്ന് മാത്രമല്ല, ഈ ഓരോ ആളുകളും തന്ന ആളുകളുടെ വീടുകളിലെ ആവശ്യങ്ങൾ ഉണ്ടാകുമ്പോ ഞാനാ തിരിച്ചു കൊടുക്കേണ്ടത്. ഈ കാശ് നീ എന്ത് ചെയ്തു? മാമ, അതിന്റെ പിറ്റേ ദിവസമല്ലേ ഞാൻ ഗോവയ്ക്ക് പോയേ, ടൂർ പോയത്. അപ്പൊ ഗോവിന്ദ. ബാക്കി കാശ് ഞാൻ ബാങ്കിൽ ഇട്ടുണ്ട്. മാമന് സുഖമായിട്ട് ജീവിക്കാനുള്ള ഒരു വകയാണ് ഞാൻ അവിടെ കൊണ്ടിട്ടാണ്. മനസ്സിലായോ? അത് കിട്ടൂല, പോവില്ല. എന്ത് ബാക്കിയുണ്ടെന്ന് പറഞ്ഞേ? ഒന്നുമില്ല. എന്റെ കാശില്ല. നിന്റെ കാശ് പറ്റിച്ചോടത്തോളം ഒന്നും പോരാ. നിന്റെ കാശ്